അമേരിക്കയിൽ ഇന്നത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ഒരു വലതുപക്ഷ തീവ്രവാദിയാണ്. ട്രംപ് തീവ്രവാദിയാണ്. ലോകം യുദ്ധത്തിൻ്റെ ഭീതിയിലാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം അങ്ങ് ഡൽഹിയിലാണ് നടന്നത്. ആ ഡൽഹിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം അവരവരുടെ 140 മണ്ഡലത്തിലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ ലീസ്റ്റുമായിട്ട് ഡൽഹിയിൽ പോയി. അവിടെ ഏതാണ്ട് ഒരു 7-8 ദിവസക്കാലം ഈ സ്ഥാനാർത്ഥി ചർച്ചകളായിരുന്നു. ഒരു തീരുമാനത്തിനും ചെന്നെത്താൻ കോൺഗ്രസിൻ്റെ AICCക്കോ കോൺഗ്രസിൻ്റെ KPCCക്കോ കഴിഞ്ഞില്ല. അവസാനം എത്തിയപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ AICC ഓഫീസിൽ ഗ്രൂപ്പുകാർ ചേർന്നുകൊണ്ട് മത്സരമായിരുന്നു. അവിടെ ഏതാണ്ട് കയ്യാങ്കളി നടന്നു. ചില നേതാക്കന്മാരുടെ ഷർട്ട് കയറി പിടിക്കുന്നു, ചില നേതാക്കന്മാർ ഓഫീസ് വിട്ട് പുറത്തേക്ക് ഓടുന്നു. എന്ത് ബഹളമായിരുന്നു! എന്നിട്ടും അവർക്കൊരു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ സാധിച്ചു. പഴയൊരു KPCC പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ മത്സരിക്കും. ഏത് AICC ആയാലും തിരക്കേടില്ല. അദ്ദേഹം പ്രഖ്യാപിച്ച 3 ദിവസം നിരാഹാരമായിരുന്നു ഡൽഹി. ഇതാണ് കേരളത്തിലെ UDFലെ ഒരു വലിയ പാർട്ടി, അതിൽ മുൻകൈയുള്ളൊരു പാർട്ടി കോൺഗ്രസിൻ്റെ അവസ്ഥ. ഒരു സ്ഥാനാർത്ഥിയെ നിർണയിക്കാൻ, ഏകീകരിച്ചൊരു അഭിപ്രായം സൃഷ്ടിച്ചെടുക്കാൻ കഴിയാത്തൊരു പാർട്ടി എങ്ങനെയാണ് ഈ കേരളത്തിൻ്റെ കാര്യങ്ങൾ ഏകീകരിച്ചൊരു അഭിപ്രായത്തിൽ ചെന്നെത്തുക? ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഈ ഗ്രൂപ്പുകൾക്ക് ഏകീകരിച്ച് അഭിപ്രായം ഉണ്ടാക്കാൻ സാധിക്കും? ശിഥിലമായി കിടക്കുന്നൊരു പാർട്ടിയാണത്. ഒരു 4-5 ദിവസം മുൻപ് കോൺഗ്രസിൻ്റെ പഴയൊരു വലിയ നേതാവ് പറഞ്ഞു, ഇവിടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ പ്രഖ്യാപിച്ചതല്ല, അദ്ദേഹം കൂടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പുറത്തു വന്നതോടുകൂടി എന്ത് പൊട്ടിത്തെറിയാണ്! ഡൽഹിയിലൊരു നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു, ആരാ നിശ്ചയിക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നത്? തിരുവനന്തപുരത്തെ നേതാവ് പറഞ്ഞു, ആരാ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കി നിശ്ചയിച്ചത്? എറണാകുളത്തെ നേതാവ് പറഞ്ഞു, ഞാനാ മുഖ്യമന്ത്രിയാവേണ്ടത്. ഒരു 4-5 മുഖ്യമന്ത്രിമാർ രംഗത്ത് വന്നു. നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു പേര് പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ, 4-5 മുഖ്യമന്ത്രിമാരുടെ പേരുമായി ഗ്രൂപ്പുകൾ രംഗത്തിറങ്ങുകയാണ്. നിങ്ങൾക്കൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുമോ? നിങ്ങൾക്കൊരു മന്ത്രിയെ നിശ്ചയിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു വകുപ്പിന് ഒരു മന്ത്രിയെ നിശ്ചയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെയുള്ളൊരു കോൺഗ്രസ് പാർട്ടി ഏത് ജനകീയ പ്രശ്നത്തിനാണ് പരിഹാരം കാണാൻ സാധിക്കുക? ഇപ്പോഴിവിടെ മുസ്ലിം ലീഗും UDFുമാണ്. മുസ്ലിം ലീഗ് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം UDFിലുണ്ടാകുമോ? സാധ്യത വളരെ കുറവാണ്. മുസ്ലിം ലീഗുകാർ നല്ല മർമ്മം നോക്കി കളിക്കുന്നതാണ് നല്ലത്. ഈ മുന്നണി മുന്നോട്ട് പോകില്ല. കോൺഗ്രസ് മുസ്ലിം ലീഗ് മാത്രമല്ല, മറ്റ് പാർട്ടികളുമായി ഒരു മുന്നണി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് കേരള രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പാകെയൊക്കെ ഞങ്ങൾ ഒന്നാണെന്നൊക്കെ പറയുമെങ്കിലും UDF തകരാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പ്രശ്നം ഇന്നത്തെ രാഷ്ട്രീയമാണ്. ഇന്നത്തെ രാഷ്ട്രീയം
വളരെ വളരെ സങ്കീർണമായിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഇന്ന് പത്രം വായിച്ചിട്ടുണ്ടാകും. എന്താ നമ്മുടെ നാടിൻ്റെ സ്ഥിതി, ലോകത്തിൻ്റെ സ്ഥിതി? അപകടകരമാണ്. യുദ്ധം. നമ്മുടെ എത്രയോ സഹോദരങ്ങൾ അറബ് രാജ്യങ്ങളിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുണ്ട്. ദുബൈയിലും അബുദാബിയിലും ഷാർജയിലും മസ്കറ്റിലും കുവൈറ്റിലും ഖത്തറിലുമൊക്കെയായി, സൗദിയിലൊക്കെയായി ധാരാളം നമ്മുടെ സഹോദരങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. എത്ര ഉത്കണ്ഠയും ഭയവുമാണ് നമുക്ക്. എന്താ പ്രശ്നം? അമേരിക്ക ഏകപക്ഷീയമായി ഇറാന് നേരെ ആക്രമണം അടിച്ചു. ഇറാൻ ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഇറാഖിൻ്റെ പ്രസിഡന്റായിരുന്നു സദ്ദാം ഹുസൈൻ. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ അമേരിക്ക അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തൂക്കിക്കൊന്നു. അദ്ദേഹം വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് തൂക്കുമരത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം മരണം കൈവരിച്ചു. സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നു. ഇപ്പോൾ ഇറാന് നേരെ തുടങ്ങി. എന്താ ഇറാൻ ചെയ്ത തെറ്റ്? അമേരിക്ക പറയുന്നത് നിങ്ങളുടെ കൈവശമുള്ള എല്ലാ ആയുധങ്ങളും ഞങ്ങൾക്ക് സറണ്ടർ ചെയ്യണം, കീഴടങ്ങണം. ഒരു രാജ്യത്തോട് പറയാൻ അമേരിക്കക്കാരെ അധികാരം കൊടുത്തത്? അമേരിക്കയിൽ ഇന്നത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ഒരു വലതുപക്ഷ തീവ്രവാദിയാണ്. ട്രംപ് തീവ്രവാദിയാണ്. ലോകം യുദ്ധത്തിൻ്റെ ഭീതിയിലാണ്. ഇറാൻ്റെ ഏറ്റവും വലിയ മതാധ്യക്ഷൻ, അവരുടെ ആത്മീയ നേതാവ് ഖുമൈനി, അദ്ദേഹം താമസിക്കുന്ന വസതിക്ക് ബോംബിട്ട് തകർത്ത അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും മകളെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയില്ലേ? ഒരു ഏറ്റവും പ്രശസ്തനായ ഒരു മത ആരാധ്യൻ ഇങ്ങനെ നിഷ്ഠൂരം കൊല ചെയ്താൽ ആ രാജ്യം ക്ഷമിക്കുമോ? അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ദുബൈയിലേക്കും അബുദാബിയിലേക്കും ആക്രമണം നടത്തണമെന്നുള്ളതല്ല. അവിടെയൊക്കെ അമേരിക്കൻ സൈനിക താവളമുണ്ട്. ദുബൈയിലുണ്ട്, ഷാർജയിലുണ്ട്, ഈ ഗൾഫ് രാജ്യങ്ങളിൽ അറേബ്യയിലൊക്കെയുണ്ട്. ഇറാൻ അതിന് പ്രതികാരം വീട്ടാൻ അവർ ചെയ്യുന്നത് അമേരിക്കയുടെ ഗൾഫിലുള്ള സൈനിക താവളത്തിൽ നേരെ ആക്രമണമാണ്. അവർക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള, അമേരിക്കയ്ക്ക് വേണ്ടത് ഈ ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ ഊറ്റിയെടുക്കലാണ്. പെട്രോൾ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണിന്ന്. അത് കൊള്ളയടിക്കലാണ്. ഇത് അമേരിക്ക എത്ര കാലമായി തുടങ്ങിയിട്ട്? നിങ്ങൾക്കൊക്കെ പശ്ചിമേഷ്യയിലെ രാജ്യത്തെക്കുറിച്ചറിയാം. പാലസ്തീൻ, യാസർ അറാഫത്തിൻ്റെ നാട്. യാസർ അറാഫത്തിന് ഉള്ള കാലത്ത് ഏറ്റവും നല്ല നിലയിൽ ജീവിച്ചൊരു രാജ്യമായിരുന്നു പാലസ്തീൻ. അമേരിക്ക ജൂതന്മാരെ കുടിയേറ്റം നടത്തി. ഈ പാലസ്തീൻ ഒരു ഭാഗം അമേരിക്കൻ പട്ടാളക്കാരെ ഉപയോഗിച്ച് കൈയടക്കി. ഒരു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിച്ചു. ആ രാഷ്ട്രത്തെ ഉപയോഗിച്ചുകൊണ്ടല്ലേ ആ പാവം പാലസ്തീൻകാരെ കൊന്നൊടുക്കുന്നത്? ഐക്യരാഷ്ട്രസഭ പറഞ്ഞ പാലസ്തീൻകാരുടെ നാട് അവർക്കുള്ളതാണ്. പാലസ്തീൻകാർക്ക് സംരക്ഷണമുണ്ടോ? എത്ര കാലമായി, എത്ര വർഷമായി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു സജീവമായ രാഷ്ട്രീയ വിഷയമായിരുന്നത് ആ പാലസ്തീനിലെ മനുഷ്യരെ കൊന്നൊടുക്കുകയല്ലേ. കഴിഞ്ഞ 2 വർഷക്കാലത്തിനുള്ളിൽ ഒരു 10,75,000-ഓളം വരുന്ന സ്ത്രീകളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കി. 10,24,000-ൽ പരം വരുന്ന കുട്ടികൾ സ്കൂളുകൾക്ക് ബോംബിടുക. കുട്ടികളെയാണ് കൊന്നൊടുക്കുന്നത്. എത്ര ഭീകരമാണ്! വെനിസുല ഒരു ചെറിയ രാജ്യമാണ്. ആ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് വെനിസുലയിൽ കരീബിയൻ കടലിനെ ചുറ്റുമുള്ളതാണ്. ആ വെനിസുല നമ്മുടെ കേരളത്തിൻ്റെ പകുതി പോലും വലുപ്പമില്ലാത്ത രാജ്യമാണ്. അവിടെ അമേരിക്കൻ പട്ടാളക്കാർ കടന്നു.
നാവികസേനയും വ്യോമസേനയും എല്ലാം ഇറങ്ങി വെനിസുലയുടെ ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്തു. അമേരിക്കൻ പട്ടാളക്കാർ. അദ്ദേഹത്തിൻ്റെ കൈക്കും കാലിനും ചങ്ങല കിട്ടും. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് കൈക്കും കാലിനും ചങ്ങല കിട്ടും. രണ്ടുപേരെ തൂക്കിയെടുത്ത് അമേരിക്കയിൽ കൊണ്ടുപോയി അവരിന്ന് അമേരിക്കയിലെ ജയിലിലാണ്. എത്ര ഭീകരതയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻലാൻഡ് ഒരു രാജ്യം ആക്രമിക്കുകയാണ് അമേരിക്ക. എത്ര ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു യുദ്ധം. ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം പല അപകടങ്ങളും ഉണ്ടാക്കും. ഇപ്പോൾ ഇനിയെങ്ങാനും ഇതൊരു അണുവായുധമായി രൂപപ്പെട്ടു വന്നാൽ ലോകത്തിലുള്ള മനുഷ്യൻ്റെ നാശമാണ്. അങ്ങ് പശ്ചിമേഷ്യയിലാണ്, അമേരിക്കയിലാണ്. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും ബാധിക്കില്ല. അണുവായുധം ഉപയോഗിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് മുഴുവൻ ആപത്താണ്. മനുഷ്യരാശിക്ക് ആപത്താണ്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആപത്താണ്. പല രാജ്യങ്ങളുടെ കൈവശവും അണുശക്തിയുണ്ട്, അണുവായുധങ്ങളുണ്ട്. അതിലേക്കല്ലേ നാട് പോകുന്നത്? എന്തുകൊണ്ട് ഈ ദുസ്ഥിതി ഉണ്ടായി? ഇന്ന് ജനങ്ങളിൽ ഉയർന്നു വരുന്നൊരു ശബ്ദമുണ്ട്. ആ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. ആ സോവിയറ്റ് യൂണിയൻ തകർന്നു. ഇടതുപക്ഷം ദുർബലപ്പെട്ടു. ആ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് സമാധാനം ഉണ്ടാകും. യാസർ അറാഫത്ത് സോവിയറ്റ് യൂണിയൻ്റെ ഒറ്റ സുഹൃത്തും സഹായിയുമായിരുന്നു. എന്ത് ശാന്തമായിരുന്നു അറബ് രാജ്യങ്ങളിലൊക്കെ. ഇപ്പോൾ ലോകത്തിൻ്റെ ദുസ്ഥിതി ഇത് നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാകും. പഴയ കാലം പാകിസ്ഥാനും ബംഗ്ലാദേശ് യുദ്ധം തുടങ്ങി. ഇന്ത്യ ബംഗ്ലാദേശിനെ സഹായിച്ചു. ആ ബംഗ്ലാദേശിനെയും ഇന്ത്യയും ആക്രമിക്കാൻ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട പുറപ്പെട്ടു. അന്ന് സോവിയറ്റ് യൂണിയൻ പറഞ്ഞു, ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ആക്രമിക്കാൻ അമേരിക്കൻ കപ്പൽപ്പട പുറപ്പെട്ടാൽ 1 മണിക്കൂറിനകം തിരിച്ചു പോകുന്നില്ലെങ്കിൽ ആ കപ്പൽ ഉണ്ടാകില്ല. അമേരിക്കൻ കപ്പൽപ്പട എവിടെ നിന്നോ? അമേരിക്കയിലെ വലിയ സൈനിക വ്യൂഹമായിരുന്നില്ലേ? പേടിച്ച് തിരിച്ചു പോയില്ലേ? സോവിയറ്റ് യൂണിയൻ്റെ ശക്തിയായിരുന്നു അന്ന്. ഇന്നത് തകർന്നു. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ ഉണ്ടാകുന്ന മഹാവിപത്താണ്. ഒരു തെരഞ്ഞെടുപ്പിലാകട്ടെ, പൊതുസമൂഹത്തിലാകട്ടെ, ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ മഹാവിപത്തുണ്ടാകും. പിന്നോട്ട് പോകും മനുഷ്യൻ. എല്ലാ പുരോഗതിയും മനുഷ്യൻ പിന്നോട്ട് പോകും. ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രശ്നത്തിന് എന്താ അടിസ്ഥാനം? ഇന്ത്യൻ പാർലമെന്റ് ഒരു കാലത്ത് 10-60-ലധികം 62ഓളം വരുന്ന ഇടതുപക്ഷക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്ന് എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ ഇന്ദിരാഗാന്ധിക്കോ അന്ന് BJPക്കോ സാധിച്ചോ? ഇടതുപക്ഷം സുശക്തമായിരുന്നു. ആ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി വന്നത്. കുറേ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ സാഹചര്യം ഉണ്ടായത്. ഇന്ത്യയിൽ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത് ആ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷം ദുർബലപ്പെട്ടു. ഇന്ന് രാജ്യം ശിഥിലമാവുകയാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സമാധാനമായി സഞ്ചരിക്കാൻ സാധിക്കും. വടക്കിഴക്കൻ മേഖല മുഴുവൻ പുതിയ യുദ്ധങ്ങളും അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയല്ലേ? കലാപങ്ങളല്ലേ? ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയ കലാപങ്ങളല്ലേ? ഇതൊന്നുമില്ലാത്തൊരു ഏക സംസ്ഥാനം ഏതാണ്? കേരളം. എന്താ കേരളത്തിന് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്? അത് ഈ കേരളത്തിൻ്റെ മനസ്സാണ്, കേരളീയരുടെ മനസ്സാണ്. ആ കേരളീയരുടെ മനസ്സ് ചിന്ത ഒരു ഇടതുപക്ഷ ചിന്തയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കേരളം ഇതുപോലെ നിൽക്കുന്നത്. ഈ കേരളം വളരുന്നത് നിങ്ങളിപ്പോൾ കഴിഞ്ഞ 20-ാം തീയതി നമ്മുടെ ചെറിയ പെരുന്നാളായിരുന്നു. എല്ലാവരും ചെറിയ പെരുന്നാളിൽ ആഘോഷത്തിൽ പങ്കെടുത്തു. അതിനൊരു മാസം മുമ്പ് പുണ്യമാസം വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് വൈകുന്നേരം ബാങ്ക് വിളിക്കുന്നതോടുകൂടി നോമ്പ് മുറിച്ച് എല്ലാവരും സമ്മേളിക്കുന്ന ഇഫ്താർ പാർട്ടി ഈ കേരളം മുഴുവൻ കണ്ടതല്ലേ?
ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നിച്ച് ആഹാരം കഴിച്ച് സന്തോഷിച്ച് കുടുംബവിശേഷങ്ങൾ പറഞ്ഞ് പരസ്പരം ആശ്ലേഷിച്ച് സന്തോഷപരിസരം ആഹാരം കഴിച്ച് പിരിയുന്നു. അത് ഈ കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ? കോൺഗ്രസ് ഭരിക്കുകയാണ് കർണാടകം. അവിടെ ഇഫ്താർ പാർട്ടി നടക്കും. ഇഫ്താർ പാർട്ടി നടത്തിയവരുണ്ട്, തിരിച്ചു പോകില്ല. അതാണ് കർണാടകം. അതല്ല കേരളം. ആ കേരളം ഇടതുപക്ഷത്തിൻ്റെ ശക്തി കൊണ്ട് നിലനിന്ന് വളർന്നു വന്നിട്ടുള്ളതാണ്. അതാണ് ഈ സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനം. അതാണ് ഈ മതനിരപേക്ഷത. അങ്ങനെയുള്ള കേരളത്തെ ഇന്ത്യയിലെ ജനങ്ങൾ ഇത് പ്രതീക്ഷയോടുകൂടി നോക്കുന്നത്. കാരണം ഇന്ത്യയിൽ നിന്നൊരു പ്രതീക്ഷ കൊടുക്കുന്നത് കേരളമാണ്. ഇന്ത്യയിൽ ഇടതുപക്ഷം തകർന്നുപോയി പല സംസ്ഥാനങ്ങളിലും. ഇന്ന് കേരളമാണ് അതിൻ്റെ തുരുത്ത്. ഇവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ നയം ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നത്. ആ നയം ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികൾ ആഗ്രഹിക്കുന്നതാണ്. ഇന്ത്യയുടെ ഐക്യത്തിനും ഇന്ത്യയുടെ വികസനത്തിനും ആ നയവും പരിപാടികളും ജനങ്ങളെ ആകർഷിക്കുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളക്കാർ മാത്രമല്ല, ഇന്ത്യയിലെ മതേതരവാദികളും ജനാധിപത്യവാദികളും ആഗ്രഹിക്കുന്നത് ഇവിടെ ഇടതുപക്ഷം ശക്തിപ്പെടണം, ഇടതുപക്ഷം കരുത്ത് നേടണം. കൂടുതൽ കരുത്തോടുകൂടി ഇടതുപക്ഷം വന്നാൽ മാത്രമേ ഈ കേരളം ഇന്നത്തെ കേരളമായി നിലനിൽക്കൂ. ഈ കേരളം ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നാടായി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷം ജയിച്ചു വരേണ്ടത്. ഒരു ഭരണത്തിൻ്റെ വിഷയമല്ല, ഈ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, ഈ നാടിൻ്റെ അഭിവൃദ്ധിയുടെ പ്രശ്നമാണ്, സാഹോദര്യത്തിൻ്റെ പ്രശ്നമാണ്. വർഗീയ ശക്തികൾക്കെതിരായി ചെറുത്തു നിൽക്കാനും പോരാടാനും മതേതരത്വം കാത്തു സൂക്ഷിക്കാനും ഐക്യവും സാഹോദര്യവും സംരക്ഷിക്കാനും ഇടതുപക്ഷമല്ലാതെ മറ്റാരുണ്ട്? ഇവിടെ മറ്റാരുണ്ട് എന്തെങ്കിലും ഒരു ദൗത്യം നിർവഹിക്കാൻ സാധിക്കുന്നത്? ഇപ്പോഴിവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ UDFകാരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഭയപ്പാട് വന്നാൽ ഉടനടി തോൽക്കുമെന്ന് വന്നാൽ അപ്പോൾ അവർ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് BJPയും CPM തമ്മിൽ LDFും തമ്മിൽ ബന്ധം. എന്ത് ബന്ധമാണ്? ആർക്കാ ഡീൽ? ആരുമായിട്ടാണ്? ഞങ്ങൾ കോൺഗ്രസ് സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഒരു മാസം മുമ്പല്ലേ ഹരിയാനയിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്? ആ ഹരിയാന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJP ജയിച്ചത്? കോൺഗ്രസിൻ്റെ MLAമാർ BJPക്ക് വോട്ട് ചെയ്തു. അവിടെ MLAമാരാണ് രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്യേണ്ടത്. കോൺഗ്രസ് MLAമാർ വോട്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് BJP രാജ്യസഭയിലേക്ക് ജയിച്ചു വന്നു. ഇത് ഏതാണ്ട് ഹരിയാനയിൽ മാത്രമാണ്. നിങ്ങൾക്ക് ഡൽഹി ഇപ്പോൾ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ്, കേജ്രിവാളിൻ്റെ പാർട്ടി. കേജ്രിവാളിനെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പരിപാടികളൊക്കെ വെച്ച് ഇവിടെ ചില സാമൂഹ്യ സംഘടനകളുടെയൊക്കെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഒരു മതേതരവാദിയാണ് കേജ്രിവാൾ. അദ്ദേഹത്തിൻ്റെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വലിയ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന പാർട്ടിയായിരുന്നു. ആ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി കേജ്രിവാൾ. ആ കേജ്രിവാളിനെ ഇല്ലാത്ത കുറ്റം ചുമത്തി ED ഉപയോഗിച്ചുകൊണ്ട് BJP ഗവൺമെൻറ് നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കുകയാണ്. എത്ര നെറികെട്ട നിലപാടാണത്! കേജ്രിവാൾ മുഖ്യമന്ത്രിയെ മാത്രമല്ല, അവിടുത്തെ ആരോഗ്യമന്ത്രിയെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചു. മുഖ്യമന്ത്രി ജയിലിലിരുന്നിട്ടാണ് എത്രയോ മാസം ഡൽഹി ഭരണം നടത്തിയത്. സർക്കാർ ഫയൽ നോക്കിയത് ജയിലിലിരുന്നിട്ടാണ്. എത്ര നീചമായ കാര്യമായിരുന്നു അത്! ആ നടപടിയെ പ്രശംസിച്ച
BJPക്ക് പിന്തുണ കൊടുത്ത പാർട്ടിയായി കോൺഗ്രസ്. ആ കേജ്രിവാളിനോട് എന്തിനാ കാണിച്ചത്? BJPയോടുള്ള പ്രീണനമല്ലേ? നിങ്ങൾ എന്തിനാ ചെയ്തത്? അദ്ദേഹം അവസാനം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ചോദിച്ചു, എന്തിനാ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഒന്നും പറയാനില്ല. കോടതി പറഞ്ഞ് 24 മണിക്കൂറിനകം അദ്ദേഹത്തെ വിട്ടയക്കണം. അങ്ങനെയാണ് വിട്ടയച്ച് പുറത്തു വന്നത്. എന്നിട്ട് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു, നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത് പോലെ. ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ 70 സീറ്റുണ്ട് ഡൽഹിയിൽ. BJP വിരുദ്ധ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിന്നു. കോൺഗ്രസ് പറഞ്ഞു, കോൺഗ്രസിന്റെ നിലപാട്, കോൺഗ്രസ് പറഞ്ഞത് ഇവിടെ 70 സീറ്റ്, ആ 70 സീറ്റിലും ഞങ്ങൾ മത്സരിക്കും. കോൺഗ്രസ് ആ BJP വിരുദ്ധ മുന്നണിയെ ദുർബലപ്പെടുത്തിയില്ലേ? BJPക്കെതിരായി ഡൽഹിയിൽ ഒരു BJP വിരുദ്ധ മുന്നണി അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നില്ലേ? ആ മുന്നണിയെ പൊടിച്ച് കൈവശം കൊടുത്തു. ആ മുന്നണിയെ ഇല്ലാതാക്കി 70 സീറ്റിലും കോൺഗ്രസ് മത്സരിച്ചു. എന്താ ഫലം? 65 സീറ്റിലും കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. 70 സീറ്റിലും തോറ്റു. ഫലം ഡൽഹിയിൽ BJP അധികാരം പിടിച്ചു. ആ കോൺഗ്രസ് ഇവിടെ വന്നിട്ട് വന്ന ഡീല് ഇതേതാണ്ട് ഡൽഹിയിൽ മാത്രമാണ്. ഇപ്പൊ വടക്കേ ഇന്ത്യയിലെ മിക്ക സംസ്ഥാന ഡീലിൽ എങ്ങനെയാണ് രാജസ്ഥാനിൽ വന്നത്? എങ്ങനെയാ ഇപ്പൊ ബീഹാറിൽ ഗവൺമെന്റ് വന്നത്? BJP ഗവൺമെന്റ് കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തതല്ലേ? എന്തിനായത് അങ്ങ് ഇന്ത്യയിലേക്ക്? ഈ കേരളത്തിന്റെ തന്നെ ചരിത്രമില്ലേ? ഒരു സിനിമാ നടൻ ഇവിടെ വന്ന് തൃശ്ശൂരിൽ വന്ന് മത്സരിച്ചില്ലേ? എങ്ങനെയാ ജയിച്ചത്? എവിടെ പോയി കോൺഗ്രസിന്റെ വോട്ട്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള 80,000 വോട്ട് മറച്ചു കൊടുത്തു. 76,000 വോട്ടിന് ഗോപി ജയിച്ചു വന്നു, സുരേഷ് ഗോപി. ഇടതുപക്ഷത്തിന്റെ വോട്ട് 10,20,000 വർദ്ധിച്ചു. അവിടെ വോട്ട് മറച്ചു കൊടുത്ത് ജയിപ്പിക്കല്ലേ? നിങ്ങൾ ആർക്ക് വേണ്ടിയാ ഈ വാദം ഉന്നയിക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ മുസ്ലിം ലീഗിനോട് പറയുന്നത്, ഈ കപ്പൽ മുങ്ങും, രക്ഷപ്പെടാൻ പറ്റിയ സമയം നോക്കി രക്ഷപ്പെടുന്നത് നല്ലത്. കോൺഗ്രസിന് ഇന്ത്യൻ ജനങ്ങൾ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കില്ല. കോൺഗ്രസ് ദുർബലപ്പെടുകയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയുന്നില്ല. ഈ നിലപാട് കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കോൺഗ്രസ് പാർട്ടി, BJPയുമായി ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി, കേരളത്തിൽ ആരാ അവരുടെ പ്രധാന ശത്രു? LDF. ബന്ധുവാര്? BJP RSS. അതല്ലേ കോൺഗ്രസ് ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥിതി? നിങ്ങൾ എന്തിനായി ഈ BJPയുമായി ഇത്തരത്തിൽ ജനതയെ വഞ്ചിക്കാൻ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത്? ഇപ്പോഴത്തെ ദേവാലയങ്ങൾക്കും മറ്റും വിദേശങ്ങളിൽ ലഭിക്കുന്ന സഹായങ്ങളുടെ വിശ്വാസികൾ കാശ് കൊടുക്കില്ലേ? പള്ളികൾക്കും ചർച്ചകൾക്കും അമ്പലങ്ങൾക്കൊക്കെ കാശ് കൊടുക്കും വിദേശികളിൽ നിന്നൊക്കെ. അത് നിയന്ത്രിക്കാൻ എന്തിനാണ് പുറപ്പെടുന്നത്? അതൊക്കെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ അവസ്മാരമാണ്. അതിൻ്റെ നിയമം പാസാക്കുന്നത്. എന്നിട്ട് ഞങ്ങളിങ്ങനെ എല്ലാം ചെയ്യുന്നു എന്ന് വരുത്തി തീർത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ BJPയെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് ഉപേക്ഷിക്കണം. ഞങ്ങൾ അവരോട് പറയുന്നത്, നിങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കണം. നിങ്ങളിത് തുടരുന്ന നില അങ്ങേയറ്റം അപകടകരമായിട്ടുള്ളതാണ്. വർഗീയ ശക്തികൾ കരുത്തു കൊടുക്കുന്നതാണ്. ആ നിലപാട് ഉപേക്ഷിച്ച് നിങ്ങൾ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കണം. എന്തിനാ ഈ കേരളത്തിൽ UDF മത്സരിക്കുന്നത്? എന്തിനാ മത്സരിക്കുന്നത്? കഴിഞ്ഞ 10 കൊല്ലക്കാലം നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ഈ അധ്യായത്തിലുണ്ടോ? കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നോ? UDF ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു വികസന കാര്യത്തിൽ നിങ്ങളുണ്ടായിരുന്നോ? എല്ലാറ്റെയും പൊളിക്കലാണല്ലോ നിങ്ങളുടെ പരിപാടി, UDFന്റെ പരിപാടി. നിങ്ങൾ എന്തിനാ പിന്നെ മത്സരിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിർവഹിക്കാനുള്ളത്? ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്.
ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 57 മുതൽ കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം നടന്ന നടപടികളിലൂടെ ഉയർന്നു വന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളുടെ കരുത്തുകൊണ്ട് സാഹോദര്യവും അഭിവൃദ്ധിയും ഈ നാടിനുണ്ടായിട്ടുണ്ട്. 1987 ഭാഷാ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു, EMS മുഖ്യമന്ത്രിയെ. ആ ഗവൺമെൻറ്റാണ് ഇന്നത്തെ കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറവാകിയത്. നീ കാണുന്ന ഭൂമിയെല്ലാം നിങ്ങളുടേതല്ലേ? ഇത് നമ്മുടേതായിരുന്നു. എങ്ങനെയാണ് നമ്മളെല്ലാം ഭൂമിയുടെ ഉടമകളായത്? ഭൂമിയുടെ ഉടമകളല്ലാത്ത ഒരു കുടുംബവും കേരളത്തിലില്ലല്ലോ. ഈ ഭൂമിയുടെ ഉടമകളാക്കി ഈ നാടിനെ മാറ്റി തീർത്തത് 1957 മുതൽ തുടങ്ങിയിട്ടുള്ള നടപടിയുടെ ഫലമായിട്ടല്ലേ? അന്ന് അതിനുവേണ്ടി EMS ഗവൺമെൻറ് കൊണ്ടുവന്നത് ഒന്ന് കാർഷിക ബന്ധമില്ല, വാരം പാട്ടം ഇല്ലായ്മ ചെയ്യുക, കൈവശക്കാർക്ക് അവകാശം കൊടുക്കുക, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുക, എല്ലാവർക്കും വീടും പാർപ്പിടം കൊടുക്കാനുള്ള ഭൂമി കൊടുക്കുക. ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ലേ അന്നത്തെ ഗവൺമെൻറ് കാർഷിക ബന്ധത്തിൽ കൊണ്ടുവന്നത്. ഇന്നിവിടെ നിങ്ങൾ നോക്കിയാൽ എല്ലാവരും പഠിച്ചവരായിരിക്കും. ഇത് പഠിക്കാത്ത ഒരു കുട്ടിയുമില്ല. നമ്മളെല്ലാ യുവതികളും യുവാക്കളും ഇന്ന് ഗ്രാജുവേറ്റ്സോ പോസ്റ്റ് ഗ്രാജുവേറ്റ്സോ ഡോക്ടറേറ്റോ ഒക്കെ നേടിയിട്ടുള്ളവരായിരിക്കും. എല്ലാവരും വിദ്യാസമ്പന്നരാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലെ മുഴുവൻ കുട്ടികൾ പഠിക്കില്ല. പഠിക്കാത്തൊരു കുട്ടിയുമില്ല. ഇന്നതിൻ്റെ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. കുട്ടികൾക്ക് യൂണിഫോം, പുസ്തകങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചഭക്ഷണം, കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാലയങ്ങൾ തന്നെ ഹൈടെക് ആകുകയാണ്. ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രവിദ്യ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഇവിടെ രൂപീകരിക്കപ്പെടുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്കൂളിൽ കുട്ടികൾ ഇതിന് പ്രത്യേകമായി സാങ്കേതിക പരിജ്ഞാനം കൊടുക്കുന്നു. അത് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ വീടുകളിലൊക്കെ ഈ ചെടിക്ക് വെള്ളം നനക്കണം. AI ഉപയോഗിച്ചുകൊണ്ട് ചെടിക്ക് വെള്ളം നനക്കാം. നമ്മുടെ സ്കൂളിൽ ഡെവലപ്പ് ചെയ്ത് കുട്ടികൾ പഠിപ്പിച്ച് വളർത്തിയെടുക്കുകയാണ്. ടെക്നോളജി ഈ കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് നടന്നു പോകാൻ പ്രത്യേക സഹായം കൊടുക്കത്തക്ക നിലയിലുള്ള ഉപകരണം നമ്മുടെ കുട്ടികൾക്ക് പഠനം നൽകി കുട്ടികൾ അവരുടെ വിദ്യാലയത്തിൽ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഹൈടെക് ആവുകയാണ്. ഈ നിലയിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലം ഉയർന്നു വന്നില്ലേ? അതിൻ്റെ തുടക്കം കുറിച്ചത് 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. വിദ്യാഭ്യാസ ബില്ല് എന്തിനാ ഗവൺമെൻറ് പൊളിക്കാൻ കോൺഗ്രസ് പുറപ്പെട്ടത്? ഈ രണ്ട് കാര്യമല്ലേ? പിന്നെ സാമൂഹ്യ നടപടികൾ, ആരോഗ്യ കാര്യങ്ങൾ, അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്ത് ആ ഗവൺമെൻറ് പൊളിക്കാനല്ലേ അന്ന് സമരം നടത്തിയത്? അന്ന് ആ ഗവൺമെൻറ് പൊളിഞ്ഞില്ല. പിന്നെന്താ ചെയ്തത്? കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അവിടെ കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. EMS ഗവൺമെൻറ് വന്നിട്ട് 69 വർഷം പിന്നിട്ടു. പിരിച്ചുവിട്ടില്ലേ? നിങ്ങളിപ്പോൾ എന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്? എന്തിനാ ഗവൺമെൻറ് പിരിച്ചുവിട്ടത്? എന്നിട്ട് ഈ നിയമം തകർക്കാൻ പുറപ്പെട്ടു. വീണ്ടും EMS 67 വന്നു. ഇത് തന്നെ തുടർന്നു. കേരളം മാറി. പിന്നെ സഖാ VK നായനാർ വന്നു. പിന്നെ സഖാ VS വന്നു. ഇങ്ങനെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നു. ആ മാറ്റത്തിൻ്റെ ഫലം നാട്ടിലുണ്ടായി. രാജ്യം പടിപടിയായിട്ട് വളർന്നു വന്നു. എന്നാലും നമ്മുടെ രാജ്യം വികസന രംഗങ്ങളിൽ സ്തംഭനാവസ്ഥയിലാണ്. വേണ്ടത്ര കുതിച്ചുയരുന്നില്ല. ഇവിടുത്തെ പ്രശ്നങ്ങൾ വേണ്ടത്ര പരിഹരിക്കാൻ കഴിയുന്നില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് കേരളം പിന്നണിയിൽ കിടക്കുന്ന, പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമായി നിൽക്കുന്നു. ലോകരംഗത്തുണ്ടാകുന്ന വളർച്ചക്കനുസരിച്ച് നമുക്ക് വളരാൻ കഴിയുന്നില്ല. ആ ഘട്ടത്തിലാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നത്. ആ 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അത് വരുന്നതിന് മുൻപ് ജനങ്ങളുടെ മുമ്പാകെ ഒരു മാനിഫെസ്റ്റോ വെച്ചു. ഞങ്ങൾ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും.
21 ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തിയില്ലേ? 2021 വന്നു, ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ ഒരു തുടർ ഭരണം വേണം. അതുപോലെ തന്നെ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം തന്നെ വീണ്ടും വരണം. അന്ന് 92 സീറ്റാണ് 2016. 2021 ജനങ്ങൾ 99 സീറ്റ് നൽകി. ആ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലേക്ക് വന്നു. പി.ടി. റഹീമിനോട് തെരഞ്ഞെടുക്കപ്പെട്ടു. വിലപ്പെട്ട സംഭാവനകൾ അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞു കേരള ഭരണത്തിൽ. ആ ഗവൺമെൻറ് മുന്നോട്ട് വന്നു. 10 വർഷം കഴിഞ്ഞ് വീണ്ടും ജനവിധി തേടുന്നു. ആ ഗവൺമെൻറ് തന്നെ തുടരണം, വരണം, ആ നയം നടപ്പിലാകണം. ചിലപ്പോൾ മന്ത്രിമാരൊക്കെ മാറി മാറി വന്നേക്കാം, അത് വേറെ പ്രശ്നമാണ്. പക്ഷെ ആ നയം നടപ്പിലാക്കുന്ന ഒരു മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിലുണ്ടാകണം. ഒരു തുടർഭരണം ഉണ്ടാകണം. ആ തുടർഭരണത്തിന് മാത്രമേ കേരളത്തിൻ്റെ വികസനം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. ഇപ്പോൾ നേതാക്കന്മാരെല്ലാം കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ കേരളം സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ്. നമുക്കിവിടെ എണ്ണയോ കൽക്കരിയോ ഒന്നും കുടിച്ചെടുക്കാൻ വലിയ തോതിലില്ല. കുറേ നാളികേരം, കുറച്ച് കൃഷിക്കാർ, കുറച്ച് കച്ചവടക്കാർ, കുറച്ച് ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെ കൊടുക്കുന്ന നികുതി വരുമാനം മാത്രമേ ഉള്ളൂ. ആ നികുതി വരുമാനം കൊണ്ട് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൻ്റെ വികസന രംഗത്ത് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. ഇടതുപക്ഷ നിരീക്ഷണം വന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ നിലയിലല്ല പോകേണ്ടത്. വികസനത്തിന് വേറെ പണം കണ്ടെത്തണം. ഈ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഭരണം കൃത്യമായി നടത്തുക. ശമ്പളം കൊടുക്കുക. ആശുപത്രികൾ, ഡോക്ടർമാർ, നേഴ്സുമാർ, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എല്ലാ ശമ്പളവും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നികുതി വരുമാനം കൊണ്ട് അവരുടെ കാര്യം നിർവഹിക്കുക. വികസനത്തിന് പണം വേറെ കണ്ടെത്തണം. ആ വികസനത്തിന് വേറെ പണം കണ്ടെത്തണമെന്ന് പറഞ്ഞത് കേരളം വികസിക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാകണം. എങ്കിലേ വ്യവസായം ഉണ്ടാകൂ, എങ്കിലേ ടൂറിസ്റ്റുകൾ വരൂ, എങ്കിലേ വരുമാനം വർദ്ധിക്കൂ. അതിനുള്ള ഉതകത്തക്ക നിലയിലൊരു നിലപാട് സ്വീകരിക്കണം. ഗവൺമെൻറ് അതിനാവിഷ്കരിച്ചതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ബോർഡ്, കിഫ്ബി. അതിന് രൂപം കൊടുത്തു. ആ കിഫ്ബിക്ക് രൂപം കൊടുത്തപ്പോൾ എന്തായിരുന്നു UDFിൻ്റെ നിലപാട്? UDFിൻ്റെ നിലപാട് UDF പറഞ്ഞു, ഒരാളും ഈ കിഫ്ബിക്ക് കടം കൊടുക്കരുത്, ഒരു പൈസയും കൊടുക്കരുത്. ഇവിടെ മാത്രമാണോ പ്രചാരകർ നടത്തിയത്? പ്രവാസികളിൽ പോയി, വിദേശ രാജ്യങ്ങളിൽ പോയി പ്രചാരകർ നടത്തിയില്ലേ? കിഫ്ബിക്ക് പണം കൊടുക്കരുത്, കടം കൊടുക്കരുതെന്ന്. കേരള ഗവൺമെൻറ് ഒരു നിരീക്ഷണമാണത്. കേരളത്തിൻ്റെ പണം, നമ്മുടെ കൈവശം പണമില്ല, നമുക്ക് വികസിക്കണം, വളരണം. അതിൻ്റെ ബദൽ നയമെന്താ? കടം തരാൻ ആളുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ ധാരാളം കച്ചവടക്കാരില്ലേ? ഇവരെല്ലാം ബാങ്കിൽ കെട്ടിവെച്ച പണവുമായിട്ടാണ് കച്ചവടം തുടങ്ങുന്നത്. കടം വാങ്ങിയിട്ടാണ്. മിക്ക കച്ചവടക്കാർക്കും കടമുണ്ടാവും. കടം വാങ്ങി കച്ചവടം നടത്തും, ലാഭം ഉണ്ടാകുമ്പോൾ തിരിച്ചു കൊടുത്ത് കടം വീട്ടും. ഒരു ഗവൺമെൻറ്റിന് കേരളത്തിൽ വരുമാനം ഉണ്ടാക്കണം, വ്യവസായം വരണം, ജനങ്ങൾ അഭിവൃദ്ധിയിലേക്ക് വരണം. അതുപോലെ തന്നെ ഒരുപാട് വ്യാപാരങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ നാടിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് പദ്ധതികൾ വരണം. അതിന് നമ്മുടെ കൈവശം പണമില്ല, പണം ഉള്ളവരുണ്ട്. ആ പണമുള്ളവരിൽ നിന്ന് പണം വാങ്ങി നാടിൻ്റെ വികസനം ഉണ്ടാക്കുക. ഗവൺമെൻറ്റിന് പോയിട്ട് കടം വാങ്ങിക്കാൻ പറ്റില്ല. കേരള ഗവൺമെൻറ്റിന് പോയി റിസർവ് ബാങ്കിനോടോ കേരള ബാങ്കിനോടോ വ്യക്തികളോടോ പോയി കടം വാങ്ങാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം. അതുകൊണ്ട് അതിന് സാധ്യതയില്ല. കടം മേടിക്കാനോ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കിഫ്ബിക്ക് കഴിയും. അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രി, അതിൻ്റെ MD ചീഫ് സെക്രട്ടറി, ഔദ്യോഗിക സ്ഥാപനം, ധനകാര്യ വകുപ്പ്, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരതിൽ. അവർ ജനങ്ങളിൽ നിന്നും ആ സ്ഥാപനം കടം മേടിച്ചു, വിദേശങ്ങളിൽ നിന്ന് കടം മേടിച്ചു. ആ പണം ഉപയോഗിച്ചത് കൊണ്ടാണ് നിങ്ങളീ റോഡായത്. ഇവിടെ പണ്ട് ആരെല്ലാം പേരിൽ കുണ്ടുണ്ട്, ഹംസക്കുണ്ട് പറഞ്ഞ് കുണ്ട് എന്ന് ബോർഡ് വെച്ചിട്ടില്ലേ? ഇപ്പോൾ എവിടെയെങ്കിലും ബോർഡുണ്ടോ?
എങ്ങനെയാണ് നമ്മുടെ ഈ റോഡുകളൊക്കെ വികസിച്ചു വന്നത്? നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ വിദ്യാലയങ്ങൾ, സ്കൂളുകളിൽ ചെന്ന് നോക്കൂ. പ്രായമുള്ളവർ, നിങ്ങൾ പഠിച്ച കാലത്തെ വിദ്യാലയമാണ്. എത്ര മാറ്റം വന്നിരിക്കുന്നു. കോളേജുകൾ നോക്കൂ, ആശുപത്രികളിൽ ചെന്ന് നോക്കൂ, പഴയ ആശുപത്രികളാണ്. എങ്ങനെയാ ഈ ആശുപത്രി ഇന്ന് ചികിത്സ കിട്ടുന്ന കേന്ദ്രമായത്? ഈ കിഫ്ബിയുടെ പണം കൊടുത്തിട്ടാണ്. അതിന് പണം കൊടുക്കരുതെന്ന് പറഞ്ഞ് നടന്നവരാ UDF. നിങ്ങൾ ഏതെങ്കിലും UDFകാർ ഏതെങ്കിലും ഒരു വികസനത്തെ സഹായിച്ചിട്ടുണ്ടോ? ഇപ്പം അവരവസാനം കിഫ്ബിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്, എൻ്റെ മണ്ഡലത്തിൽ വികസനം നടത്താൻ ഒരു 200 കോടി വേണം. എല്ലാ മണ്ഡലങ്ങളുടെ വികസനത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൊതുവായ പ്രവർത്തനത്തിനുമൊക്കെ ഗവൺമെൻറ് സഹായിക്കുന്നില്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ഭേദങ്ങളുണ്ടതിൽ? എല്ലാവരെയും സഹായിച്ചുകൊണ്ട് ഈ നാടിനെ മാറ്റുകയല്ലേ ചെയ്തത്? ആ കിഫ്ബിയെ പൊളിക്കാൻ നടന്നവരാണ്. ഇവിടെ കടം മേടിക്കുന്നു. കടം മേടിക്കുന്നത് എന്തിനാ? നാട് നന്നാക്കി തിരിച്ചു കൊടുക്കാനാണ്. ഇന്ത്യ ഗവൺമെൻറ് കടമില്ലേ? ഇന്ത്യ ഗവൺമെൻറ്റിന് 212 ലക്ഷം കോടി രൂപ ഇന്ത്യ ഗവൺമെൻറ് കടമാണ്. ഇന്ത്യ ഗവൺമെൻറ് കടം മേടിക്കുക. കേരള ഗവൺമെൻറ് കിഫ്ബി കടം മേടിക്കുന്നത് തെറ്റാണ്. പിന്നെ എങ്ങനെയാണ് നാട് നന്നാക്കുക? ഇവിടെ റോഡൊന്നും വേണ്ടേ? ഒരു പാലവും വേണ്ടേ? സ്കൂളുകൾ നന്നാകണ്ടേ? ഇവിടെ ഈ നാട് നന്നാകാൻ എവിടെ പണം? അപ്പോൾ പണമുണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിച്ചു, കടം മേടിക്കും. ആ കടം മേടിക്കുമ്പോൾ ലാഭം, ഈ റിട്ടേൺസ് വർദ്ധിക്കുന്നുണ്ട്. ആ റിട്ടേൺസ് വർദ്ധിക്കുമ്പോൾ നമ്മുടെ നികുതി വർദ്ധിക്കും, വരുമാനം വർദ്ധിക്കും. വരുമാനം വർദ്ധിക്കുമ്പോൾ തിരിച്ചടക്കും. ഈ കടം വീടും. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രശ്നം കടം വാങ്ങി നാട് നന്നാക്കൽ തന്നെയാണ്. നാട് നന്നാകുമ്പോൾ വരുമാനമുണ്ടാകും, തിരിച്ചടക്കും. ഈ ഗവൺമെൻറ് ജപ്തി ചെയ്തുകൊണ്ടു. ഈ ഗവൺമെൻറ്റിനെ ഇങ്ങനെ കടം മേടിച്ചിരിക്കുന്നു, അത് ഗവൺമെൻറ്റിനെ ജപ്തി ചെയ്യും. ഇതെല്ലാം ഈ രാജ്യത്തിൻ്റെ സമ്പത്തായി ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിലൂടെ നാടിനെ വികസിപ്പിച്ച് വളർത്തിയെടുക്കണം. അതാ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ആ വികസനമാണ് ഇത് രാജ്യം മുഴുവൻ. നിങ്ങളിവിടെ നിന്ന് നിങ്ങൾക്ക് എനിക്ക് 1-2 കിലോമീറ്റർ പോയാൽ നിങ്ങൾ നാഷണൽ ഹൈവേ ആയി. നാഷണൽ ഹൈവേ 66. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ 66 ദേശീയപാത എവിടെയായിരുന്നു? കാസർഗോഡിനപ്പുറം മാംഗ്ലൂരിനടുത്ത് തലപ്പാടിയിൽ. അവിടെ കർണാടകത്തിൻ്റെ ബോർഡറിൽ വന്ന് അവിടെ നിർത്തി. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു കേരളത്തിലൂടെയാണ് ഇനി പോകേണ്ടത്, കേരള ഗവൺമെൻറ് ഭൂമി എടുത്തു തരണം. ഉമ്മൻചാണ്ടി പറഞ്ഞു ഞങ്ങൾക്ക് ഭൂമി എടുത്തു തരാനത് സാധിക്കില്ല, ഞങ്ങൾക്കത് വേണ്ട, ഉപേക്ഷിച്ചു. 16 അധികാരത്തിൽ വന്ന പിണറായി ഗവൺമെൻറ് അവിടെ നിൽക്കുകയാണോ ചെയ്തത്? അത് കേരളത്തിൻ്റെ വികസനത്തിനൊരു അത്യാവശ്യ ഘടകമാണ്. ആ നാഷണൽ ഹൈവേ 66 മംഗലാപുരത്ത് തുടങ്ങി അങ്ങ് ബാംഗ്ലൂർ വരെ അങ്ങോട്ട് പോകണം, പാറശാല വരെ പോയിട്ട് തമിഴ്നാട്ടിലേക്ക് കടക്കണം. ആ നാഷണൽ ഹൈവേ വേണം. ആ നാഷണൽ ഹൈവേക്ക് ഭൂമിക്ക് പണം കൊടുക്കണം. കിഫ്ബിയിൽ നിന്നാണ് പണം കൊടുത്തത്. കിഫ്ബിയിൽ നിന്ന് പണം കൊടുത്ത കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഇതാ നിങ്ങൾ ചോദിച്ച ഭൂമി എടുക്കാനുള്ള പണം ഇതാ തരുന്നു. എന്നിട്ടാണ് ആ റോഡ് വന്നത്, എന്നിട്ടാണ് ഇപ്പോൾ പണി നടക്കുന്നത്. ഇത് യാത്രക്കുള്ളത് പ്രശ്നം മാത്രമല്ല. നമ്മൾ ധരിച്ചെന്ത് കുറേ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഈ നാഷണൽ ഹൈവേ വന്നാൽ അതിൻ്റെ ഇരുവശങ്ങളിലും എത്രയോ ഹോട്ടലുകളും വ്യാപാര കേന്ദ്രങ്ങളും വ്യവസായശാലകളും അതിവേഗത്തിൽ വളർന്നു വരും. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ഉണ്ടാകും. വിപുലീകരിച്ച വ്യവസായ ശൃംഖല വളർന്നു വരും. നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കുക, നമ്മുടെ കോഴിക്കോട് നിന്ന് ഉള്ള ആദ്യത്തെ നാഷണൽ ഹൈവേയുടെ ഇരുഭാഗങ്ങൾ നോക്കൂ. അതൊരു വലിയ നാഷണൽ ഹൈവേ. പിന്നെ മാംഗ്ലൂർ ടു പാറശാല വരെ വരുമ്പോഴേക്കും വിദേശങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള എല്ലാവരുടെയും ഒരു ആവശ്യകതയെ തീർന്ന് അത് വലിയ വിപുലീകരിച്ച വികസന കേന്ദ്രമാകും. നമ്മുടെ നാടിൻ്റെ ദാരിദ്ര്യം ഉണ്ടാകില്ല, രാജ്യത്തിന് വരുമാനം ഉണ്ടാകും. ഇപ്പം എത്ര ഹോട്ടലുകൾ വന്നു നിങ്ങൾക്ക് തന്നെ കോഴിക്കോടുകാർക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. ഇതൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വികസനം, അതുകൊണ്ടാണ് ആ പദ്ധതി പൂർത്തിയാക്കി. ഇപ്പോൾ വേറൊരു പൈപ്പ് ലൈൻ വരുന്നുണ്ട്. ഇവിടെ എത്തിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഗെയിൽ പൈപ്പ് ലൈൻ.
ഇപ്പം യുദ്ധം വന്നതോടുകൂടി പാചകവാതകത്തിനൊക്കെ വില വർദ്ധിച്ചു. നിങ്ങളുടെ വീടുകളിലൊക്കെ പാചകവാതകം സിലിണ്ടറായിട്ട് ചുമന്ന് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടാണ് തരുന്നത്. ഇപ്പം എല്ലാ ആളുകളും വീടുകളിലും പാചകവാതകമാണ് ഉപയോഗിക്കുന്നത്. ആ പാചകവാതകം ഭൂമിക്കടിയിലൂടെ അപകടമുണ്ടാകാതിരിക്കാൻ പൈപ്പിലൂടെ ഓരോ വീടുകളിലും എത്തിക്കുക, പൈപ്പിലൂടെ ഓരോ കടയിലും എത്തിക്കുക, ഹോട്ടലിലെത്തിക്കുക, വ്യവസായശാലയിൽ എത്തിക്കുക. അതാ ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉപേക്ഷിച്ചില്ലേ? അത് സാധിക്കില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ലേ? ഇടതുപക്ഷം എന്താണ് ചെയ്തത്? അത് തുടങ്ങി ഓരോ ജില്ലകളിലെയും കേന്ദ്രങ്ങളിൽ അതിൻ്റെ മെയിൻ പോയിന്റ് ഉണ്ട്. ആ മെയിൻ ജംഗ്ഷനിൽ നിന്ന് സപ്ലൈ തുടങ്ങി. ഇപ്പം സപ്ലൈ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ വീടുകളിലും മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളിലും ഈ പാചകവാതകം എത്തിക്കാനുള്ള ബൃഹത് പദ്ധതിയാണത്. വരണ്ടേ? അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം സ്വീകരിച്ചില്ലേ? കേരളം വളരുകയില്ലേ? നിങ്ങൾ നോക്കുക, നമ്മുടെ പ്രവാസികളുണ്ട്. ആ പ്രവാസികൾക്ക് എത്ര വലിയ അംഗീകാരമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. എന്തുകൊണ്ടാണ്? ലോക കേരള സഭ ഉണ്ടാക്കി. ആ ലോക കേരള സഭ ഉണ്ടാക്കിയത് പ്രവാസികളായിട്ടുള്ളവരുടെ, മലയാളികളുടെ, പ്രവാസികളായ കേരളീയരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൊതുവേദിയാണ്. അതിൻ്റെ ഒന്നാം സഭ ചേർന്നു. രണ്ടാം സഭ ചേർന്നതിൻ്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുമ്പോഴേക്കും UDF ഇത് ബഹിഷ്കരിച്ചു. അത് തട്ടിപ്പാണെന്ന് പറഞ്ഞത് ബഹിഷ്കരിച്ചു പോയി. രണ്ടാം ലോക കേരള സഭയിൽ വന്നൊരു പ്രശ്നം, ഈ ഗൾഫ് രാജ്യങ്ങളിലെ പല രാജ്യങ്ങളും നമ്മുടെ കേരളീയർ, നമ്മുടെ സഹോദരങ്ങൾ പല കാരണങ്ങളാൽ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. വിസ, പാസ്പോർട്ട്, സ്പോൺസർമാരുടെ പ്രശ്നം, അതുപോലെ തന്നെ ചിലപ്പോൾ ടിക്കറ്റ് പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയായി നിരവധി പേർ ജയിലിലുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെടണം. കേരള ഗവൺമെൻറ് ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, ഇവിടെ ആരും കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഷാർജ ജയിലിൽ 72 പേരുണ്ടായിരുന്നു. ആ ലോക കേരള സഭയിൽ വന്ന പ്രശ്നം ഉയർത്തി പരിഹരിക്കാൻ ഷാർജ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തു. അവിടുത്തെ ഷെയ്ഖുമായിട്ട് ചർച്ച ചെയ്തു. അവിടെയുള്ള ചില മലയാളികൾ, വ്യവസായികളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി ചർച്ച ചെയ്ത് 72 പേരെ ഷാർജ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഇന്ന് നിങ്ങൾ UAE-യിൽ, അബുദാബിയിൽ ഒക്കെ പോയാൽ എന്താ സ്ഥിതി? അവിടുത്തെ ഭരണാധികാരികൾക്ക് കേരളീയരോട് വളരെ സ്നേഹവും ബഹുമാനവുമാണ്. എന്തുകൊണ്ടാണ് ഈ സൗഹൃദം ഉണ്ടായത്? അവിടുത്തെ റൂളേഴ്സുമായിട്ട്, അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് കേരളം ഉണ്ടാക്കിയിട്ടൊരു സൗഹൃദ ബന്ധമാണ്. ആ സൗഹൃദ ബന്ധത്തിൻ്റെ മേലെ ആ നാട്, അവിടെ ജോലി ചെയ്യുന്ന നമ്മളോട്, മലയാളികളോട്, കേരളീയരോട് അങ്ങേയറ്റത്തെ വിശ്വസ്തതയും സ്നേഹവും കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പ്രളയം വന്നു, നാട് മുഴുവൻ മുങ്ങി, വലിയ ക്ഷാമം. അന്ന് ദുബൈയിലെ ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ധാരാളം കേരളക്കാരുണ്ട്, അവരെല്ലാം ഞങ്ങളുമായിട്ട്, ഞങ്ങളുടെ ഗവൺമെൻറ്റുമായിട്ടും ഈ നാട്ടിലെ ജനങ്ങളുമായിട്ടും വലിയ സൗഹൃദത്തിലാണ്. അവരുടെ നാട് വലിയൊരു ദുരന്തത്തിലായി, വലിയൊരു പ്രളയത്തിലായി, അവരെല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ സംസ്ഥാനത്തെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാർ. ഷെയ്ഖ് വൻ തുക പ്രഖ്യാപിച്ചില്ലേ? പക്ഷെ ഇന്ത്യ ഗവൺമെൻറ് വാങ്ങാൻ സമ്മതിച്ചില്ല. എന്തുകൊണ്ടാണ് സൗഹൃദം? ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പം നമ്മുടെ ഈ UAE-യിലുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ഗവൺമെൻറ്റുകൾ, നമ്മുടെ നോർക്ക റൂൾസ് ഉണ്ട്, പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണത്. അവരോട് പറയുന്നത്, ഇവിടെ ഞങ്ങളുടെ രാജ്യത്തൊരു ഇത്രയും നേഴ്സുമാർ വേണം, നോർക്ക റൂൾസ് കേരളക്കാരെ തരണം, ഇത്രയും ഡോക്ടർമാരുടെ ഒഴിവുണ്ട്, ഇത്രയും മറ്റ് തൊഴിൽ മേഖലയിൽ ആളുകളെ വേണം. നോർക്ക റൂൾസിനോട് പറയുന്നു, ഇവിടെ നിന്ന് ഒരുപാട് മലയാളികൾക്ക് ജോലി ലഭ്യമാകുകയും ചെയ്യുന്നു. ഒരു ഗവൺമെൻറ് നയത്തിൻ്റെ ഭാഗമാണത്. എത്ര വിശാലമായ കാഴ്ചപ്പാട്! ഇങ്ങനെ നാടിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയില്ലേ?
ഇവിടെ ഇനിയും നമ്മുടെ നാട് വികസിക്കണ്ടേ? ഈ വികസനം മതിയോ? ഇപ്പം ഇവിടെ തന്നെ പറഞ്ഞു, ഞാൻ വരുമ്പോൾ പ്രസംഗിക്കുന്ന സഖാ പറഞ്ഞു, ഇവിടെ 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ. ആ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇടതുപക്ഷ ഗവൺമെൻറ് 2000 ആക്കി വർദ്ധിപ്പിച്ചു. 62 ലക്ഷം ആളുകൾക്കാണ് അവർ കൊടുത്തത് 2000 രൂപ. ഇത് കണ്ടിട്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ 3000 ആക്കും. എന്തിനാ നിങ്ങൾ? ഞങ്ങളില്ലേ ഇവിടെ? ഞങ്ങൾ തന്നെ നിർവഹിക്കൂലേ? ഈ 2000 കൊടുത്ത ഞങ്ങൾക്കറിയില്ല 2500, 3000, 3500 കൊടുക്കാൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ? AICC പൈസ കൊടുക്കുമോ? നിങ്ങൾ എവിടെയുണ്ട് കേരളത്തിൻ്റെ ജനകീയ കാര്യങ്ങളിൽ? നിങ്ങൾ എവിടെ കിടക്കുന്നു? നിങ്ങൾ ഏതാണ്ട് ആ വയനാട്ടിൽ പോയി പണം പിരിച്ചാൽ വേറെ വഴിക്ക് പോകില്ലാതെ ഒരാൾക്കൊരു വീട് പോലും എടുത്തു കൊടുക്കാൻ കഴിയാതെ വർത്തമാനം പറഞ്ഞാൽ മതിയോ? ഇവിടെ ജനങ്ങളുടെ പാർട്ടിയുണ്ട്, ജനങ്ങളുടെ മുന്നണിയുണ്ട്, ഞങ്ങളുണ്ടല്ലോ. ഞങ്ങൾ അതിൽ ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ 2000, 3000 ആക്കി അവിടെ നിർത്താൻ പോകുമല്ല. അക്കൂട്ടത്തിൽ തന്നെ നിങ്ങൾ സ്ത്രീകളുണ്ട് ഇവിടെ ധാരാളം. ഗവൺമെൻറ്റിൻ്റെ നിരീക്ഷണത്തിൽ വന്നൊരു പ്രശ്നമാണ്, നമ്മുടെ സ്ത്രീകളെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ തൊഴിൽ ഇല്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. ഇതിനു പുറമെ ഒരു വരുമാനവുമില്ലാത്ത 35 ലക്ഷം സ്ത്രീകൾ കേരളത്തിലുണ്ട്. 3.5 കോടി ജനസംഖ്യ. 35 ലക്ഷം സ്ത്രീകൾക്ക് ഒരു വരുമാനവുമില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോഴിക്കോടേക്ക് പോകണമെങ്കിൽ ബസ്സിന് പോകണം, ഒരു കാറ് പിടിച്ച് പോകണം. നിങ്ങൾക്ക് സാധിക്കുമോ? വരുമാനമില്ലാത്ത സ്ത്രീകൾക്ക് ഒന്നുകിൽ ഭർത്താവിനോട് ചോദിക്കണം, അതല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കണം, സഹോദരങ്ങളോട് ചോദിച്ച് കിട്ടുന്ന കാശ് വാങ്ങി, അല്ലെങ്കിൽ മക്കളോട് ചോദിക്കണം. എങ്കിലല്ലേ നിങ്ങൾക്കൊന്ന് കോഴിക്കോട് പോയി വരാൻ പറ്റൂ. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? നിങ്ങളുടെ കൈവശം പൈസയുണ്ടോ? ഒരു പൈസ വരുമാനമില്ലാത്ത 35 ലക്ഷം സ്ത്രീകൾ. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ ഗവൺമെൻറ് തീരുമാനിച്ചു അവർക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകും. അതാണ് മാസം പ്രതി 1000 ഉറുപ്പിക അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളവർക്കെല്ലാം ആ പണം വന്നുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്കൊക്കെ അപേക്ഷ കൊടുത്തവർക്കൊക്കെ വന്നിട്ടുണ്ടാവും. ഇത് അതും 1000 നിർത്താനല്ല, അതും വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ യുവാക്കൾക്ക് കൊടുക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞു. എന്തിനാ ഇത് കൊടുക്കുന്നത്? ജനങ്ങളുടെ കൈവശം പൈസ ഉണ്ടെങ്കിലേ നാട് വളരും. നിങ്ങളുടെ കൈവശം പൈസ ഇല്ലെങ്കിൽ ഈ ബസാർ ഇത് ബസാറായി നിൽക്കുമോ? ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ കൈവശം പൈസയില്ല, ഇവിടെ കച്ചവടം നടക്കുമോ? മത്സ്യക്കച്ചവടം ഉണ്ടാകുമോ? പച്ചക്കറി കച്ചവടം ഉണ്ടാകുമോ? ഹോട്ടലുണ്ടാകുമോ? ജനങ്ങളുടെ കൈവശം പണമുണ്ടെങ്കിലേ ഇതൊക്കെ നടക്കൂ. പണമില്ലെങ്കിൽ ഇതെല്ലാം ദാരിദ്ര്യത്തിലാകും, അടഞ്ഞു കിടക്കും, ഒരു വികസനം ഉണ്ടാകില്ല. അതുകൊണ്ട് ജനങ്ങളുടെ കൈവശം പൈസ ഉണ്ടാകും, ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കണം. ആ ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഏതാണ്ട് 1.25 കോടി ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിച്ചു കൊടുത്തു. ആ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നാട് ആകെ ഉണരും. ഇത് മടിയിൽ വലിച്ചു കെട്ടി സമ്പാദിക്കാനുള്ള മനോചിന്തയുമായി നടക്കുന്നവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ഇവിടെ ദാരിദ്ര്യവും പട്ടിണിയുമില്ല, ഇനി പട്ടിണി ഉണ്ടാകില്ല. ഈ ദാരിദ്ര്യത്തിൽ നിന്നും മനുഷ്യനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തണം. ഇപ്പോൾ അതിദരിദ്രമില്ലാത്ത കേരളം എങ്ങനെയായത്? നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് എല്ലാം കൂടി നോക്കിയപ്പോൾ 64,000 കുടുംബങ്ങൾ. അവരിൽ 64,000 ആളുകൾ വളരെ ദരിദ്രരാണ്. ഒന്ന് സ്വന്തമായി വീടില്ല, ഒരു ജോലിയുമില്ലാത്ത കുടുംബം, വരുമാനമില്ലാത്ത കുടുംബം. ഇങ്ങനെ 64,000 കുടുംബങ്ങൾ കണ്ടെത്തി. 64,000 കുടുംബങ്ങൾക്ക് വീട് കൊടുത്തു, 64,000 കുടുംബങ്ങൾക്ക് ജോലി കൊടുത്തു. ഓരോ വീട്ടിലും ഒരാൾക്ക് ജോലി, വരുമാനം ഉണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രതയില്ലാത്ത കേരളമായത്. വെറുതെ ഒരു പ്രഖ്യാപനമല്ല. ഇനി ദരിദ്രമില്ലാത്തൊരു കേരളമാകണം. 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളമാണോ ഇന്നത്തെ കേരളം?
10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളമാണോ ഇന്നത്തെ കേരളം? എത്രമാത്രം മാറ്റം വന്നു! ഇന്ന് കേരളത്തിൽ ഭവനരഹിതരില്ലാത്ത കേരളമാകുകയാണ്. ഭവനരഹിതരില്ലാത്ത കേരളം. അടുത്ത പരിപാടി തൊഴിൽ രഹിതരില്ലാത്ത കേരളം. എല്ലാവർക്കും ജോലി കൊടുക്കൽ തന്നെയാണ്. തൊഴിൽ രഹിതരില്ലാത്തൊരു കേരളം ഉണ്ടാക്കും. ഇപ്പോൾ നമ്മൾ എയർപോർട്ടൊക്കെ വരുന്നുണ്ട്. അതിന് ചുറ്റുമൊക്കെ ഭൂമിയൊക്കെ ഏറ്റെടുത്ത് IT മേഖലയിൽ വിപുലമായിട്ടുള്ള ടെക്നോ പാർക്കുകൾ, ഹബ്ബുകൾ. നിങ്ങൾ കോഴിക്കോട് ടെക്നോ പാർക്ക് കോഴിക്കോട് എയർപോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുപോലെ എറണാകുളം, നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ കഴക്കൂട്ടം കഴിഞ്ഞാൽ റോഡിൻ്റെ ഇരുവശങ്ങളിൽ പോലെ കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ കാണാം. ഹൈടെക് സ്ഥാപനങ്ങളാണ്, ടെക്നോ പാർക്ക്, IT പാർക്കുകളാണ്. എത്ര ലക്ഷം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു. എല്ലാവർക്കും ജോലി കൊടുക്കൽ തന്നെയാണ്. ഈ 5 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ തൊഴിലില്ലാത്ത സ്ത്രീകളുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്കിടയിൽ 50% ആളുകൾക്ക് ജോലി കൊടുത്തിരിക്കും. ബാക്കിയുള്ളവർക്ക് തൊഴിൽ കൊടുക്കണം. തൊഴിൽ രഹിതരില്ലാത്ത കേരളം, ഭവനരഹിതരില്ലാത്ത കേരളം, സമ്പൂർണ്ണ ആരോഗ്യം, വിദ്യാഭ്യാസം, ഇതിലൂടെ നമ്മുടെ നാട് വികസിപ്പിച്ചെടുക്കണം. അതിനാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. ഈ നാട് അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണം. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ, പട്ടണങ്ങളിൽ, ബസ് സ്റ്റാൻഡുകളിൽ എത്രയോ കുടുംബങ്ങൾ ടെൻ്റ് കെട്ടി താമസിച്ചിരുന്നില്ലേ? അവർ ടെൻ്റുകളിൽ, ബസ് സ്റ്റാൻഡുകളിലൊക്കെയല്ലേ താമസിച്ചിരുന്നത്? അവിടെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതും, അവിടെയാണ് കുഞ്ഞുങ്ങൾ വളരുന്നതും, അവിടെ നിന്നാണ് കുട്ടികൾ വിദ്യാലയങ്ങളിൽ പോകുന്നതുമൊക്കെ. എത്ര കുടുംബങ്ങളുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ കോഴിക്കോട് പട്ടണത്തിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ഒന്ന് ചെന്ന് നോക്ക്. ഏതെങ്കിലും ഒരു കുടുംബമുണ്ടോ അവിടെ ടെൻ്റ് കെട്ടി താമസിക്കുന്ന മലയാളികൾ? അവിടെ പോയാൽ ചിലപ്പോൾ ചില ആളുകൾ വീട് കിടക്കുന്ന കാണാം. അത് ഇതര സംസ്ഥാന തൊഴിലാളികളായിരിക്കും. ഇന്നൊരു കേരളീയൻ തെരുവിൽ കിടക്കണ്ട, അവർ വീടില്ലാത്തവരായി അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട, ഒരു മനുഷ്യനും പട്ടിണി കിടക്കണ്ട. എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് കേരളത്തെ മാറ്റുകയാണ്. എല്ലാവർക്കും സുരക്ഷിതത്വം കൊടുക്കുകയാണ്. കച്ചവടക്കാരും വ്യാപാരികളുമുണ്ട്. അവരെല്ലാം അനുഭവിക്കുന്ന പ്രശ്നം പരിഹരിക്കണം. വിപുലമായ വ്യാപാര വൃദ്ധം, ടൂറിസ്റ്റുകളെ വൻതോതിൽ ആകർഷിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് വരുമാനം നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാകും. ഇതെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ഈ കേരളത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും പാലങ്ങളും റോഡുകളും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഒരുപാട് വികസനങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകണം. ആ വികസനോന്മുഖമായൊരു കേരളം സൃഷ്ടിച്ചെടുക്കാൻ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കരുത്തും ശക്തിയും തരിക. നിങ്ങളാണ് സർവശക്തൻ. നിങ്ങളുടെ പിന്തുണയും കരുത്തുമാണ് ഈ നാടിനെ മാറ്റി തീർക്കാനുള്ള ഞങ്ങളുടെ പ്രേരക ശക്തി. ആ നിങ്ങളോട് ഒരു നല്ല കേരളം, മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികന്മാർ, ഒരുപക്ഷെ നമ്മുടെ പിതാമഹന്മാർ പലരും പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ചവരായിരിക്കും. ആ ദുഃഖം ഇനി ഭാവിയിൽ ഉണ്ടാകരുത്, ഇന്നത്തെ തലമുറക്കുണ്ടാകരുത്. എല്ലാം സ്നേഹബന്ധം ഉറപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സംസ്കാരത്തിൻ്റെ വളർച്ചയുടെ നാടായി ഈ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ നാട് ഐശ്വര്യപൂർണ്ണമാക്കണം. ഐശ്വര്യപൂർണ്ണമായൊരു കേരളം നമുക്കിവിടെ സൃഷ്ടിക്കണം. അതിന് കഴിയണമെങ്കിൽ ഒരു തുടർ ഭരണമുണ്ടാകണം. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നൊരു ഭരണമുണ്ടാകണം. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാത്ത, ജനക്ഷേമത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണമുണ്ടാകണം. ആ ഭരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ജനകീയമായ ഭരണം സ്ഥാപിച്ചെടുക്കാൻ അനുഭവ സമ്പത്തുള്ള, ഒരുപാട് അറിവും കഴിവും പ്രാപ്തിയുമുള്ള ശ്രീ PT റഹീം ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ തൻ്റെ ജീവിതം അർപ്പിച്ച് ഒരു വിശ്വാസിയായി എല്ലാ നേരവും പ്രാർത്ഥിച്ചു, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചിന്തിച്ചു, ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ശ്രീ PT റഹീം. ആ PT റഹീം ജയിക്കേണ്ടത് ഈ നാടിനാവശ്യമാണ്, കേരളത്തിന് ആവശ്യമാണ്, കേരള നിയമസഭയ്ക്ക് ആവശ്യമാണ്,
നിയമനിർമ്മാണത്തിനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കും വികസനത്തിനും പുത്തനാശയങ്ങൾ നൽകി സംഭാവനകൾ നൽകി ഈ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ സേവനം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വലിയ പിന്തുണയും കരുത്തും നൽകി അദ്ദേഹത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതാകട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എല്ലാ പാർട്ടിയിലും പെട്ടവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ പാർട്ടിയിലും പെട്ടവർ ശ്രീ PT റഹീമിന് വോട്ട് നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കൂ. നാടിനോടാണ് നിങ്ങൾക്ക് സ്നേഹമെങ്കിൽ PT റഹീം ജയിച്ചു വരട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. ആ കടമ നിർവഹിക്കാൻ പ്രബുദ്ധരായ വോട്ടർമാരെ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. സുഹൃത്തുക്കളെ, നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് PT റഹീം അവരുടെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അടുത്ത വർഷങ്ങളുടെ സാരഥികളെ, ബഹുമാനപ്പെട്ട ജയരാജൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷമായി നമ്മൾ നേടിയിട്ടുണ്ട്. നമ്മുടെ കിഫ്ബി ഏത് വിധേനയാണ് നമ്മളെ സഹായിച്ചത് എന്നും ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. കിഫ്ബി ഇല്ലാതെ നമ്മുടെ റോഡുകളും നമ്മുടെ പാലങ്ങളും നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങളും ഇതുപോലെ ആകുമായിരുന്നില്ല. തീർച്ചയായിട്ടും ആ കിഫ്ബിയോട് ആഭിമുഖ്യമുള്ള ഒരു സർക്കാർ ഇവിടെ തിരിച്ചു വരണം.